മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് ഈ പോകുന്നത്. ഇപ്പൊ 4 ഹവറിന്റെ ലാസ്റ്റ് ഉള്ള ഒരു പോയിന്റ് ആണ്. അത് കഴിഞ്ഞ തവണ ആ ഒരു ഫാള് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലോ പോയിന്റ് നിന്നാണ് മാർക്കറ്റ് ഇപ്പൊ ഈ ഒരു അപ് ട്രെൻഡ് പോയത് ട്ടോ. ഈ ഒരു ബൈ പോയത്. അത് മാർക്കറ്റ് ഇവിടെ നോക്കി ഇവിടെ ഒരു ചെറിയ ടോപ്പിക് പോലെ തന്നെ ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു അപ് ട്രെൻഡ് പോയി രണ്ടാമത് കറക്ഷൻ വന്ന് ഫസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്താണ് ഈ ഒബിയിൽ മിറ്റിഗേറ്റ് ചെയ്ത് ഫസ്റ്റ് മിറ്റിഗേഷനിൽ മാർക്കറ്റ് ഒന്ന് അപ്പ് പോയി. രണ്ടാമത്തതാണ് ഈ 50% ഇപ്പൊ ഈ ഒരു കറക്ഷൻ മുകളിലേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മൂന്നാമത്തത് കേട്ടോ. ചിലപ്പം വലിയൊരു അപ് ട്രെൻഡ് പോകുന്നത് ഈ ഗ്യാപ്പ് എന്തായാലും ഫില്ല് ചെയ്യും. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒന്ന് മ്യൂട്ടാക്കോ അലിയ ജോ ബ്രോ ജോ ജോസ് ജോസ് ഇവിടെ നോക്കുക. എപ്പോഴും ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അധികം മാർക്കറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യണം ഇതിന്റെ കറക്ഷൻ പോയിട്ട് ഇത് ഫില്ല് ചെയ്യണം. ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് റിയാക്ഷൻ ഒക്കെ ഇവിടുന്ന് കിട്ടും. അപ്പൊ അതൊക്കെ പിന്നെ അവിടെ എത്തുന്ന സമയത്ത് നോക്കിയാൽ മതി. അപ്പൊ ഒരു 320 വരെയൊക്കെ മാർക്കറ്റ് ഇനി കയറി പോകുന്ന സമയത്ത് ഫസ്റ്റത്തെ പോക്കിൽ വരും കേട്ടോ. അപ്പൊ അതിന്റെ നമുക്ക് ലോങ്ങിലേക്ക് ഇപ്പൊ നമ്മൾ കുറെ ആളുകൾ ഇപ്പൊ ഇവിടെ ബൈ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ബൈ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? നോർമലി ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ബൈ എടുക്കാവുന്നതാണ് 200 ആ ഒരു പോയ സമയത്ത് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ബൈ ഒക്കെ എടുത്ത് വെക്കാം. അപ്പോ ലോങ്ങിലേക്ക് ഹോൾഡിംഗ് ആയിട്ട് എന്തായാലും കറക്ഷൻ പോകേണ്ട ഒരു ടൈമാണ് ഇത് ട്ടോ. കാരണം അത്രയും ഡിമാൻഡ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ വന്നൊരു ഫാള് അത്രയും ഇമ്പൾസീവ് ആണ്. അതുകൊണ്ടാണ് ചെറിയൊരു ഇതുള്ളത് പ്രശ്നമുള്ളത്. പിന്നെ ഇനി മാർക്കറ്റ് മോള് പോവാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എന്തായാലും ഫില്ല് ചെയ്യും. 330 ആ റേഞ്ച് വരെ പോകും ട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ഇനി ഇപ്പൊ ചെറിയ ബൈ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ലോ ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ 1 അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. അവിടെ നോക്കിയേ, ഞാൻ ഈ ഒബി ഡിലീറ്റ് ആക്കണ്ടേ. ഈ ഒബി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4 ഹവറിന്റെ ഒബി ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഹൈ സൈഡ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഈ ഹൈന്റെ ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കണ്ടോ? കറക്റ്റ് ഒരു ഓർഡർ ഫ്ലോ പോലെ പോകുന്നത്. മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം കേട്ടോ. 31 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അത് പണിയാവും. ഒന്നും ഇങ്ങോട്ട് താഴത്തേക്ക് കിട്ടുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വലിയ സെല്ല് വരും. അതുകൊണ്ടാണ് താഴത്തേക്ക് വരൂല്ലേ. ഒരുവിധ ആൾക്കാരൊക്കെ ബൈ എടുത്തിട്ടുണ്ടാവല്ലോ അല്ലെ? രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ബൈ പോകുന്നു. നസീഫ് അല്ലേ? ജിഷ്ണു ബ്രോ നല്ല താഴ്ത്തു പോയില്ല. എന്തായാലും ബൈ പോകാനുള്ള സമയമായിട്ടല്ലേ? ബൈ പോവും. ബൈ എന്തായാലും നസീഫ് ഇനിയിപ്പോ ഏകദേശം ആ വലിയ കാൻഡിൽ ഗ്രാബ് ചെയ്യല്ലേ അത് പോവാണെങ്കിൽ? അതെ. അതിന്റെ ഇംബാലൻസ് ഫില്ല് ചെയ്യും കേട്ടോ. ഇവിടെ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്യുള്ളൂ അല്ലേ? ഈ ഒരു ഇത്രയും വരാനുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ഒരു റിജക്ഷൻ ഒക്കെ നിങ്ങൾക്ക് TP ഒക്കെ വെക്കാം. ഇപ്പൊ ബൈ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടോ അവർക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാം. ഇവിടുന്ന് എന്തായാലും മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് പിന്നെ അടുത്ത് പോകുന്നുണ്ടാവുള്ളൂ കേട്ടോ. കറക്റ്റ് ഓർഡർ ഫ്ലോ പോലെയാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പൊ ആദ്യം ഒന്ന് ഇപ്പൊ ഇവിടെ ഒന്ന് ഒരു ചെറിയൊരു OB കാണുന്നുണ്ട്. അത് 5 മിനിറ്റിന്റെ ആണ്. അത്ര വലിയ സ്ട്രോങ് ആയിക്കോളണമെന്നില്ല. നോക്കാം. ഒരു മിനിറ്റ് ദുവാ ഓളെടുത്ത ഷെഫിക ദുവാ ഫുഡിന്റെ ഓണർ പ്രശ്നമാക്കുന്നുണ്ടോ അവിടെ? ഷെഫീർക്ക മ്യൂട്ടാക്കിന്നെ.
346 ഒരു പുഷ് ബാക്ക് വരാൻ സാധ്യതയുണ്ടോ? ഈ 40 ഇവിടുന്ന് ഒരു പുഷ് താഴേക്ക് ചിലപ്പം 5 മിനിറ്റിന്റെ ചെറിയൊരു ഓബി ഉണ്ട് അവിടെ. കുറച്ച് റിസ്ക് ആണ്, കാരണം മാർക്കറ്റ് ഓൾറെഡി ഇപ്പൊ ഇത്രയും വന്ന് മാർക്കറ്റ് ബൈ പോവല്ലേ. അപ്പൊ സേഫ് ആയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 31 32 ബൈ എടുക്കുന്നതാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കാൽപ്പിംഗ് പോലെ സെല്ല് കിട്ടുമോ നോക്കാം. ഒരു ചെറിയൊരു $3-4 ഗ്യാപ്പ് താഴത്തേക്ക് വരുമോ എന്നുള്ളത് നോക്കാം. നല്ല ഇമ്പൾസീവ് ആയിട്ട് പോകുന്നത്. പിന്നെ ആ ന്യൂസിന്റെ ഒരു ഇപ്പൊ മേഫിൽ ബ്രോട്ടൺ അല്ലേ, അത് സ്ട്രോങ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ ഒരു പുഷ് കിട്ടിയത്. ക്രോസ് ചെയ്ത് ബൈ ചെയ്യണോ സെല് ചെയ്യണോ പറഞ്ഞോളൂ കേസ്, എന്ത് ചെയ്യാം. സെല്ലും ചെയ്യാൻ പറ്റും, ബൈ താഴത്തൊന്നും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യം ചെറിയൊരു സെല്ല് കൊടുക്കാം കേട്ടോ. ഒരു സെല്ല് കൊടുത്തപ്പോ എസ് എൽ വെറും ഒരു 2 വിപ്പ് 3 വിപ്പ് മുകളിൽ വെച്ചിട്ട് എസ് എൽ മുകളിൽ വെച്ചിട്ട് ഒരു സെല്ല് കൊടുക്കും. എസ് എൽ ഒരു 48 വെച്ചോളൂ കേട്ടോ. 40 ആ വിക്കിന്റെ മുകളിൽ വെച്ചാൽ മതി. Yes, भाई bomba. ക്ലോസ് പൊസിഷൻ പിടിച്ചു തന്നോളൂ കേട്ടോ. അത് ഇപ്പൊ തന്നെ ക്ലോസ് ആക്കാം, നമുക്ക് വല്ലാണ്ട് താഴേക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇതുവരെ കിട്ടിയാലെങ്കിൽ ക്ലോസ് ആക്കാം. എന്താ അവസ്ഥ? കിട്ടിയോ? കിട്ടിയോ?
ടീംസ് അത് ക്ലോസ് ആക്ക്. ട്രേഡ് ക്ലോസ് ആക്ക്. അടുത്ത എടുക്കാം. ഈ ക്യാനലൊന്ന് ക്ലോസ് ആവട്ടെ കേട്ടോ. ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബൈ നോക്കാം. താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ബൈ നോക്കാം. സെല്ല് ഇപ്പൊ റിസ്ക് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലോസ് ആക്കാൻ പറഞ്ഞത് കേട്ടോ. ബൈ ആണ് സേഫ്. ബൈ ഇതൊന്ന് 32 31 ബൈ എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങും എന്നുള്ളത് നോക്കണം. വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ഫിഫ്റ്റി മിനിറ്റ് ഒന്ന് ക്ലോസ് ആയാലേ അവിടെ വിക്ക് ഉണ്ടെങ്കിൽ വിൽക്കുമ്പോ നേരെ അവിടെ ഞാൻ ഒരു വട്ടം മ്യൂട്ടാക്കി വിട്ടല്ലേ. ഒന്നും പറയുന്നില്ല, വെറുതെ ഇരുന്ന് അവിടെ വർത്താനം പറയുന്നിട്ട്. മറ്റേ ഇതിപ്പോ എന്തായി? ഈ എടുത്ത സെല്ല് ക്ലോസ് ആക്കിയോ അഷ്കർ ബ്രോ? ക്ലോസ് ആക്കി, അധികം ക്ലോസ് പോയിട്ടില്ല. ആക്കിയോ? ഒരു 1-2 കിട്ടിയില്ലേ? കിട്ടി. കാരണം റിസ്ക് ആണ് അവിടെ, സെല്ല് ഹോൾഡിങ് റിസ്ക് ആണ്. അത് കാരണം പെട്ടെന്ന് കട്ടാക്കാൻ പറഞ്ഞത്. അത് ഞാൻ കിട്ടിയില്ല. പിടിച്ചു നിന്നോളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ലോഡ് ചിലത് അങ്ങനെ ലോഡാക്കി നിൽക്കേണ്ടി വരും കേട്ടോ. നമ്മള് ലോങ്ങിലേക്ക് വെക്കുന്നത് കഴിഞ്ഞ തവണത്തെ ലൈവിൽ എനിക്ക് പറ്റിയതാ. ഞാൻ $4-5 ഇറങ്ങിയിട്ട് ഞാനത് ഇങ്ങനെ മാറ്റി നോക്കുന്നതിന്റെ ഇടയിൽ കണ്ടില്ല. അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ട് കഴിഞ്ഞ ട്രേഡിലേ ഫസ്റ്റ് 2 ട്രേഡ് ഞാൻ ഇട്ട് കിട്ടിയതാ. പിന്നെ മേലെ പോയപ്പോ ഒന്നും ഇട്ടാണ്ട് പോയി. ആണല്ലേ. അപ്പൊ ഇത് കറക്റ്റ് നോക്കിയിട്ട് വലിയ ഒരു റിസ്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സിറ്റ് അടിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ഇന്നത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ് രാവിലെ തൊട്ട് തന്നെ ബൈ പോകും എന്ന് വിചാരിച്ചിട്ട് എന്നിട്ടും എവിടുന്നും ബൈന്റെ ഒരു കൺഫർമേഷൻ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അടുത്തൊരു ബൈ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് താഴേക്ക് വന്നിട്ട് ബൈ എടുക്കുന്നതാണ് സേഫ്. ഇപ്പൊ നിൽക്കുന്നോട് എടുക്കാൻ പറ്റില്ല. താഴെ വന്ന അടിപൊളി ബൈ കിട്ടും കേട്ടോ. ഫൈവ് മിനിറ്റ് 50 നോക്കാട്ടോ. ഒന്നുകൂടെ 30 വരെ 30 34 30 വരെയൊക്കെ വരേണ്ടതാണ്. നോക്കട്ടെ. 34 വരെങ്കിലും എന്തായാലും ഇറങ്ങും. പിന്നെ നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ എടുക്കാം. 15 മിനിറ്റിന്റെ ഒരു ഇംബാലൻസ് വെക്കാണ്ട ഫില്ലാക്കി പോവാണെന്നുണ്ടെങ്കിൽ 34 എടുത്തിട്ട് 25. അപ്പൊ പകുതി ഇറങ്ങിയിട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ SL 10 പിപ്പ് വരും. കിട്ടും നോക്കാം. നമുക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാ 5 പിപ്പിന്റെ ഡിഫറൻസ് വരുള്ളൂ 50 വരികയാണെന്നുണ്ടെങ്കിൽ. ഇനി മുകളിൽ പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ സെല്ലിട്ട് ഇത് പിടിക്കാൻ നോക്കണ്ട കേട്ടോ. പിന്നെ സെല്ലിടല് റിസ്ക് ആണ്. കാരണം മാർക്കറ്റ് എന്തായാലും ഈ കറക്ഷൻ പോയിട്ട് മാർക്കറ്റ് എവിടെ വരെ വരും? ഞാനാ പറഞ്ഞ ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്യാണ് കേട്ടോ. 330 വരെ പോവേ. അപ്പൊ അതുവരെ നിങ്ങൾ മാർക്കറ്റ് കുറച്ചാണ്ട് കയറുമ്പോഴത്തേനും മറ്റേ ഇതെടുക്കരുത്, സെല്ല് എന്ന് പറഞ്ഞിട്ട്. ബൈ പോകുന്നതിന് ഫുള്ള് ബൈ തന്നെ നോക്കുക. ട്രെൻഡിനൊപ്പം പോകാൻ നോക്കിക്കോളൂ, അതാണ് നല്ലത്.
സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇതേപോലെ സ്കാൽപ്പിങ് പെട്ടെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അപ്പൊ തന്നെ എക്സിറ്റ് അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്തോണ്ടു കേട്ടോ. അപ്പൊ എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസുകൾ താഴത്തുനിന്ന് വന്നിട്ടുള്ള താഴേക്ക് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഇംബാലൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. എല്ലാം കൊണ്ടും മാർക്കറ്റ് മുകളെത്തുട്ടോ 320 വരെയൊക്കെ പോവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. സെല്ലിഞ്ഞ് കുറച്ചാണ് കയറുമ്പോഴത്തേനും സെല്ല് വരും എന്ന് വിചാരിച്ചിട്ട് സെല്ല് ഇടാൻ നിൽക്കണ്ട. കാരണം ഓൾറെഡി മാർക്കറ്റ് അത്രയും ഇറങ്ങിയതാണ്. പോകുന്നത് ഒരു ഡിമാൻഡിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഫസ്റ്റ് എന്തായാലും ഒരു 260 റീച്ച് ആവും. ഓക്കെ, മേലെ പോവോ അത്? 6 വരെ വന്നുള്ളൂ. 6 എന്ന് പറയുന്നത് എന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ. മറ്റേ 15 മിനിറ്റ്സിന്റെ കാൻഡിൽ ഹാഫ് ഉണ്ട്. കുറച്ച് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ഹൈ എടുത്തിട്ട് 50% എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. താഴെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ബൈ എടുക്കാൻ പറ്റില്ല. നിൽക്കുന്നിടത്തുനിന്ന് ഓടിപ്പോയിട്ട് ബൈയും സെല്ലും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും കാരണം വേണ്ടേ. ഇനിയിപ്പോ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓബിനെ നേരെ അങ്ങോട്ട് മുകളിലേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യും. ഈ ഡോജി ക്യാൻഡിലും അത്യാവശ്യം വാലിഡ് ആവുന്നതാണ്. കുറച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കേട്ടോ. അത് നോക്കാം എങ്ങനെ റിയാക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ മറ്റേ 2 മാർക്കറ്റ് ഇപ്പൊ ലണ്ടനും ഏഷ്യയും എല്ലാം ഡൗൺ ആയിരുന്നില്ലേ. ന്യൂയോർക്ക് മാർക്കറ്റ് എന്തായാലും അപ് ട്രെൻഡിലേക്ക് പോകണം. അപ് ട്രെൻഡിലേക്ക് പോകുന്നുണ്ടാവും. പിന്നെ ഈ ലോ ലിക്വിഡിറ്റി ആണ്. ഈ ലോ ലണ്ടൻ 10 മണി ലണ്ടൻ മാർക്കറ്റിലുള്ള ലിക്വിഡിറ്റി ആണ് വരുന്നത്. അതിന്റെ ലോ ആണ്. അപ്പൊ ഇനി ന്യൂയോർക്കിൽ ഇൻ കേസ് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ തന്നെ ഈ ലോ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടാവും. എന്തായാലും ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്നുണ്ടാവും കേട്ടോ. 2 മാർക്കറ്റും ഡൗൺ ട്രെൻഡ് ആയ സ്ഥിതിക്ക് മൂന്നാമത്തെ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്നുണ്ടാവും. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങനെ തന്നെ അങ്ങനെ കയറി പോവാവും. നോക്കാം, നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്തോണ്ടു കാര്യങ്ങൾ കേട്ടോ. അത്യാവശ്യം നല്ല ഫാളാണ് വന്നിട്ടുള്ളത്. ഫാളെല്ലാം അത്യാവശ്യം നല്ല സ്ട്രക്ചർ വൈസിൽ തന്നെ 75ഉം കാര്യങ്ങളെല്ലാം കറക്റ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫിബൊക്കെ വയ്ക്കുമ്പോൾ കറക്റ്റ് 75 കണ്ടോ. കറക്റ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും പോന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തൊരു 75 വരുന്ന എവിടെയാ, അല്ലെങ്കിൽ 50 വരുന്ന എവിടെയാ, അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരിക? അടുത്ത സ്ട്രക്ചർ അടുത്ത ഹൈ ലോ ഇങ്ങനെ. അപ്പൊ ഫസ്റ്റ് ടി പി വരുന്നത് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ താഴത്തുനിന്നൊക്കെ ബൈയിട്ട ആൾക്കാരുണ്ടാവും. അവര് ഈ എസ് എൽ വെക്കേണ്ട ആൾക്കാരില്ലേ, അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 അത് ബുക്ക് ചെയ്യണം. അത് ഒറ്റയടിക്ക് ചിലപ്പോൾ 75 പോവില്ല. ഈ 50 തട്ടിയിട്ട് റിയാക്ട് ചെയ്തിട്ട് പിന്നെയും താഴെ വന്നിട്ടാണ് പോവുക. അപ്പൊ പിന്നത്തെ ബൈ ഇവിടുന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഇത് കണ്ടോ, ഇത് 75ഉം ആ ഗ്യാപ്പും ഓരോരുത്താ. അപ്പൊ എന്തായാലും മാർക്കറ്റ് ഇവിടുന്ന് ഒരു പുഷ് താഴേക്ക് വരും കേട്ടോ. 320 മാർക്കറ്റ് എന്തായാലും 320 വരും ചെയ്യും. ഓക്കെ, എല്ലാ ഏരിയസും കറക്റ്റ് ഓബിയും കാര്യങ്ങളും 75 എല്ലാം ഒരേ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് എന്തായാലും അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അപ്പൊ അത് ശ്രദ്ധിക്കാം. 43 അഗൈൻ മാർക്കറ്റ് ആ ഒരു ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. 1 അവർ കൊണ്ട് അവസ്ഥ 38 മണിക്കൂർ. ഇനി സെല്ല് എടുക്കുന്നത് റിസ്ക് ആണ് ഗൈസ്. ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ കുറച്ച് താഴെയാണ് ഉള്ളത്. ഇനിയിപ്പോ കയറിയിട്ട് ബൈ എടുക്കാൻ പറ്റില്ല, കാരണം മാർക്കറ്റ് ഇപ്പോൾ റേഞ്ചിലാണ് നിൽക്കുന്നത് കേട്ടോ. നോക്കാം, ഇങ്ങനെ റേഞ്ച് നിന്നിട്ട് ഈ ഹൈ എടുക്കാണ്ട്, ഈ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയ ആ ഹൈ ഇല്ലേ, ഈ ഹൈ എടുക്കാണ്ട് മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എന്തായാലും ലിക്വിഡിറ്റി ഇവിടെ ഇങ്ങനെ റേഞ്ചിന്റെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇങ്ങനെ പോകും കേട്ടോ, നോക്കിക്കൊണ്ടു. നമുക്കിങ്ങനെ ഓർഡർ ഫ്ലോ പോലുള്ള മാർക്കറ്റ് കിട്ടുന്നതാണ് നല്ലത്. കാരണം ഒരാളും എന്ത് ചെയ്യില്ല, ഇവിടുന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇതുവരെ ബൈ ഇട്ടിട്ട് ഇതുവരെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. അപ്പൊ അതിനെക്കാട്ടിലും നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു $5 സ്കാൽപ്പിംഗ് ആണ് എപ്പോഴും നല്ലത്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും നമ്മള്
ലോങ്ങിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. സംഭവം അങ്ങോട്ടൊക്കെ എത്തും എങ്കിലും നമുക്കെന്താണ്, നമുക്കൊരു 10 പോയിന്റ് അല്ലെങ്കിൽ 5 പിപ്പിന്റെ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കുക, എന്നിട്ട് അടുത്ത ഏരിയ നോക്കിയിട്ട് അടുത്ത എൻട്രി എടുക്കുക, അങ്ങനെ എടുത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പോട്ടിൽ തന്നെ വലിയൊരു ഫാളൊക്കെ വരണം. ആ ഒരു ഫാളിൽ കിട്ടുന്നത് എടുത്തിട്ട് വേഗം ഓടുക. എപ്പോഴും പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് പോകാന്നുള്ള സ്കാൽപ്പിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ലോട്ട് കൂട്ടിയിട്ടൊക്കെ ചെയ്യാന്ന് മാത്രം. അപ്പൊ അല്ലാതെ ഇവിടുന്നൊക്കെ ബൈ ഇട്ടിട്ട് അതുവരെ ഹോൾഡിംഗ് ഒന്നും ആരും ചെയ്യൂല. അപ്പൊ ബ്രേക്ക് ഈവനിൽ കയറ്റി വെക്കുകയാണെങ്കിൽ പോലും അത് പോവും, ബ്രേക്ക് ഈവൻ അടിക്കും. അപ്പൊ അതിനെക്കാട്ടിൽ നല്ല എന്താ കുറച്ച് കുറച്ച് എടുത്തെടുത്തെടുത്ത് പോകുന്നതാണ്. അത് നോക്കിക്കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വല്ലാണ്ട് ഹോൾഡ് ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പൊ അതും ശ്രദ്ധിച്ചോണ്ടു. Brother, do you mean that holding a buy is safe compared to the sell? ഹലോ Yes. അഷ്കർ ബ്രോ. No, Uh, Saad. No, ആ sir. സാർ, Yes. പ്ലീസ് ടെൽ മീ. I was trying to understand what you were saying. Did you mean like the market is going to fill up the gap, right? യെസ്, 320. Okay. So in the last, you meant like holding a sell is risky? സെൽ ഈസ് റിസ്കി, ബൈ ഈസ് സേഫ്. Safer, right? ഡു യു ഹാവ് ഇക്വിറ്റി? Like my current equity, ആ 1,900. ഓക്കെ. ലോട്ട് 0.01. I didn't take any. I didn't take any. Okay. That's no problem. You can take buy now. Bro, 0.01? Yes. Okay. And I'll just Where hold it are you until now? that point, right? Where are you now? I'm at Here? home, but I'm looking at the charts from. Okay. ഹോൾഡ് ഇപ്പോൾ ഓൾറെഡി എന്റെ ടീംസൊക്കെ ഹോൾഡ് ഒരുപാട് പേര് മുകളിൽ നിന്നിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്ടോ ഞാൻ പിന്നെ പറയാത്തത്. ടിക്കറ്റ് ഉള്ളവർക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ അത് റിസ്കിയാണ്. ഇവിടെ ഒരു ബൈ ഇട്ടപ്പോ ഇപ്പൊ ട്രേഡ് എടുത്തിട്ടുണ്ടോ നിലവില്? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഓൾറെഡി ഓൾഡ് കിടക്കുന്നുണ്ട് തോന്നുന്നു. അശോക് ഖാന്റെ ഓൾറെഡി ഇപ്പൊ നമ്മള് സ്കാൽപ്പിംഗ് മറ്റേതിൽ പറയുന്നതൊക്കെ ചെയ്യുന്നില്ലേ? അത് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് ചെയ്തു പോയാൽ മതി കേട്ടോ. സ്കാൽപ്പിംഗ് മോഡ് ചെയ്യുന്നില്ലേ, അത് ചെയ്താൽ മതി. ഇപ്പൊ നേരത്തെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ. മറ്റേ ലോങ്ങിലേക്ക് ഹോൾഡ് ചെയ്യണ്ട. ഇല്ല, ഞാൻ അതിൽ ചെയ്യുന്നില്ല. കിട്ടുന്ന പ്രോഫിറ്റ് രണ്ട് ട്രേഡ് ഓൾറെഡി ഞാൻ ലോക്കാണ്. അപ്പൊ അതവിടെ അങ്ങനെ കിടന്നോട്ടെ. അതെന്തായാലും 320 ഇക്വിറ്റി ഒന്ന് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇല്ല, എനിക്ക് ചെറിയ ട്രേഡ് 0.2 അത് കുഴപ്പമില്ല. ഓക്കെ. ഇനി ഓവറായിട്ട് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ലോട്ട് കൂട്ടാൻ നിൽക്കണ്ട. അത് പിന്നെ വലിയ ലോട്ടിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു 230 എത്തിക്കഴിഞ്ഞാല് 230-34 ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ബൈ എടുക്കാം. നിങ്ങളെ ഇപ്പോ ലൈവായിട്ട് ഇപ്പോ ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ലേ എല്ലാവരും? ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക, ഈ 34 to 30 ആ ഒരു റേഞ്ചിലുള്ളത്. എന്നിട്ട് അതിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രം ബൈ നോക്കിയാൽ മതി. ബൈ എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഞാൻ എക്സിറ്റ് ആവാണ്, നിർത്തുകയാണ്. കാരണം എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. സോ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ നോക്കുക. അതല്ലാണ്ട് സെല്ലിനി നോക്കണ്ട കേട്ടോ. സെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഏതെങ്കിലും വലിയ ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ട് ഒരു സെല്ല് നോക്കിയാൽ മതി. ഈ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെ ബ്രേക്കറിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയിട്ട് സെല്ല് എടുത്താൽ മതി കേട്ടോ. ബൈ നോക്കിക്കൊണ്ടു. ബൈ ഓർഡർ ഫ്ലോ ബ്രേക്ക് ആവുന്നവരെ ബൈ നോക്കിക്കൊണ്ട് കേട്ടോ. അത് ഇരിക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് ടൈം കാണാം. 3258 ഒക്കെ ഇപ്പൊ ഇവിടുന്ന് ബൈ ഒക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് അതൊക്കെ. അതുവരെയൊക്കെ കേട്ടോ. പിന്നെ താഴെ വരികയാണെങ്കിൽ 234 to 225 ആ ഒരു റേഞ്ച് വരെ. ഈ ട്രെൻഡ് ബ്രേക്ക് ആവുന്നവരെ ഇങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. ഇപ്പൊ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇറങ്ങുന്നില്ല.
ഇതാട്ടോ ഗൈസ്. സോ അവിടുന്ന് നോക്കിയിട്ട് ചെയ്യോണ്ടു. അപ്പൊ എന്നാ നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ ഓക്കെ ബൈ. Okay, sir. ഓക്കെ 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 ടീം. ഓക്കെ.